ഏട്ടനും വരായിരുന്നില്ലേ പുലിക്കളി കാണാൻ? എത്ര പുലികളായിരുന്നു? ഇവിടെ അതിനേക്കാളൊക്കെ വലിയൊരു പുലിയാ ഈ നെരിപ്പോടില്. എന്താ? ഒരു മാല. 10 പവനാ മോളെ. ഇത് തീർന്നാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും. ആ കുലുക്കത്തില് ഈ നാട്ടിലെ ആളുകളും ശരിക്കൊന്ന് കുലുങ്ങും. ഏട്ടനും കുലുങ്ങോ? ഞാനല്ലേ കുലുക്കുന്നത്. ഭഗവതി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണ നാരായണ അമ്മേ ഭദ്രേ ഭഗവതി. സംഗതി സീരിയസ് ആവാൻ പോവാ. സ്നേഹലതയെ ഞാൻ വിളിച്ചിറക്കും. വെളിച്ചപ്പാടന്റെ പിന്നിലുണ്ടാവുമെന്ന് ഉറപ്പാണോ? അവള് വരുന്നുറപ്പാണോ? ഉറപ്പാണോന്നോ? പണിക്കര് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും, എന്നിട്ട് രക്ഷിക്കാൻ പറയും. ഞാനും പണ്ട് ഒരുത്തിയെ ഇങ്ങനെ വിളിച്ചതാ. വിളിച്ചവൾ ഇറങ്ങി വരാത്തത് കൊണ്ടാ ഞാൻ വെറും ഒരു വെളിച്ചപ്പാടായത്. ആ ഗതി നിനക്കുണ്ടാവരുത്. നേരാവണ്ണം വരാനുള്ള ഒരു വഴി ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചപ്പാടേ, ഞാനും ഒരാണാ. അതൊക്കെ മോശല്ലേ? സംഗതി ഏകദേശം കെട്ടിയോ? കെട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടെ നിന്നോളണം. ഏറ്റു മോനെ ഏറ്റു. ഞാൻ ഇപ്പോഴേ ഉറണോ? പറ. 10 പവൻ. ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്ങനെയുണ്ട്? അറിയാൻ വേണ്ടി മാത്രം പറയാ. സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഉരുക്കി ഒഴിച്ചു. നിനക്കും എനിക്കും വേണ്ടിയല്ലേ. നീ എൻ്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്കായിരിക്കും. വെട്ടിത്തരട്ടെ? വേണ്ടായിരുന്നു. ഞാൻ കാരണപ്പോ. നീ കാരണം തന്നെയാ. നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കുമായിരുന്നു? ഭർത്താവിന്റെ അസുഖം വേഗം മാറും. എന്താ പോരെ? മരണം പലതവണ വരും. വന്നാലും വന്ന പോലെ പോവും. എന്നാലും എവിടെയോ ഒരു അപകടം കാണുന്നു. മൂത്ത മകന്റെ മേലെ ഒരു കണ്ണുണ്ടാവുന്നത് നന്ന്. ഭയപ്പെടണ്ട, ഞാൻ കാവലുണ്ട്. എന്താ പോരെ? ദക്ഷിണ വയ്ക്ക. ജടിക്കുന്ന നല്ല നോട്ട് വയ്ക്ക. ഇനി 10ന്റെ ഉള്ളു. 10 10. അതും ഇതും ചോദിച്ചിനിപ്പോ കുഞ്ഞിനെ വേദനിപ്പിക്കണ്ട. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ശംഭോ മഹാദേവ നാരായണ. ഇതിപ്പോ ഇത്ര വലിയ ആന കാര്യമൊന്നും അല്ല. എന്റെ മോക്ക് അവനൊരു സമ്മാനം കൊടുത്തെന്നല്ലേ ഉള്ളൂ. ചേടാ വെച്ച് നീട്ടിയപ്പോ അവൾ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? വേറെ ആരും അറിയോ കാണുവോ ഒന്നും ചെയ്തില്ലല്ലോ മോളെ? ഇല്ലമ്മേ. അത് മതി. അവൻ അല്ലെങ്കിലും നല്ലവനാ, എനിക്കറിയാം. അവന്റെ നല്ല മനസ്സിന്റെ ഒരു ഗുണം കണ്ടില്ലേ? 10 പവനെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് അന്തിച്ചു പോയി. പിന്നൊരു ധൈര്യത്തിനങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ. എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ. ഇതൊക്കെ ഒരു സഹോദര സ്നേഹമാണെന്ന് കരുതിയാ മതി. സഹോദരനാവാൻ ഒരേ വയറ്റിന്ന് തന്നെ വീഴണമെന്നൊന്നുമില്ലല്ലോ. ഉണ്ടോ? എന്തിന്? 10 പവൻ കൃത്യമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അവൻ സഹോദര സ്നേഹമുള്ള ദാനശീലനായ ഒരു തട്ടാന. ഒരു കൈ വാങ്ങുന്നത് മറു കൈ അറിയരുതെന്ന പ്രമാണം. അതുകൊണ്ട് ഇവളിത് വാങ്ങിയത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല. എന്താ? ഭാഗീരഥിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു 17-18 വയസ്സ് പ്രായമുള്ളപ്പോ നമ്മുടെ ആ വാര്യത്തെ സൗദാമിനിയോട് എനിക്കും തോന്നി ഇതുപോലൊരു സഹോദര സ്നേഹം. ആ സ്നേഹത്തിന്റെ പുറത്ത് ആ കുട്ടിക്ക് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുത്തു. ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്. സഹോദര സ്നേഹമായിരുന്നു എന്ന് നമുക്കല്ലേ അറിയാറുള്ളൂ. ചിരിക്കല്ലേടി. അവനിത് തന്നൂന്നും വെച്ച് ഇനി നീ ശൃംഗരിക്കാൻ വേലിക്കോട്ട് ചെന്നാ അരിഞ്ഞ് ഞാൻ തോട്ടിലെറിയും.
അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്ക് ഒരു ഐശ്വര്യാണെന്ന് കരുതിയാ മതി. വല്ലാത്തൊരു ചവിട്ടു കാപ്പ. തിരിച്ചങ്ങോട്ട് ചവിട്ടാൻ ഒരു വയ്യും കാണില്ലല്ലോ പടച്ചോനെ. ആ എന്താ മാധവൻ നായരെ? വരിക ഇരിക്ക. ഒരു ചായയും 1-2 പഴവും. നൃത്തം പൊടിക്കണ്ടല്ലോ അവക്കറേ. ആ കുറേ കൂടി കഴിയുമ്പോ ഇവിടെ മുഴുവൻ തവിട് കൂടിയാവും. പൊടിയേറ്റടോ, പെണ്ണുങ്ങളുടെ ചവിട്ട് കൊണ്ട് പൊടിയുന്നത് ഒരു സുഖല്ലേ? എന്താ പണിക്കിരുന്ന് വലിയ സന്തോഷത്തിലാണോ? എങ്ങനെ സന്തോഷിക്കാതിരിക്കടോ? എന്റെ ജീവിതത്തില് പ്രധാനമായും 2 ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, എന്റെ മോള് സ്നേഹലതയെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അത് ഏതാണ്ട് ഒത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവൾക്കൊരു 10 പവന്റെ മാല പണിയിച്ചു കൊടുക്കുക. ഒരു കൂട്ടി വെച്ചതൊക്കെ എടുത്ത് അതും ഞാൻ അങ്ങ് ഒപ്പിച്ചു. എങ്ങനെയുണ്ട്? അസലായിട്ട് 10 പവനാ. ഓഹോ, നേരോ നോക്കട്ടെ. എന്നാലേ ഒരു 15ന്റെ മതിപ്പുണ്ട് ഇല്ല ഭാസ്കര? വളരെ കാലായിടോ അവൾ ഒരു മാല വേണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ. ചെലവൊന്നും ഞാൻ നോക്കിയില്ല. പണിക്കൊരു കലക്കി. ഈ സ്നേഹമുള്ളതെന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് താനാ. നല്ല പണി, സമ്മതിച്ച്. തന്നെ കൊണ്ട് പണിയിക്കണമെന്നാ വിചാരിച്ചിരുന്നത്. അതിനിടയില ഭാഗീരഥയുടെ ഒരു സ്വന്തക്കാരി വീട്ടിൽ വന്നു. അവരുടെ അയൽവക്കത്ത് നല്ല തങ്കം പോലത്തെ ഒരു തട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സ്നേഹത പറഞ്ഞു അവൻ മതി. അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ടേ. ഞാൻ അതിന്റെ തിടുക്കത്തിലാ. ആ താനൊന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. എനിക്കിടോ വരിക. സംഗതി ഗൾഫാ. നടക്കുകയാണെങ്കിൽ അങ്ങ് നടക്കട്ടെ. ഗൾഫ് അവൾക്കും താല്പര്യ. 2-4 ദിവസത്തിനകം അവരിങ്ങ് കാണാൻ വരും. താൻ ഒരു ഉപകാരം ചെയ്യണം. അവർ വരുന്ന ദിവസം തൻ്റെ വീട്ടിൽ നിന്ന് 2 ചെമ്പ് പാത്രങ്ങളും അവിടെയുള്ള ആ പിച്ചളക്കിണ്ടിയും 2 കസേരയും വായ്പ തരണം. നമ്മുടെ ഭാഗത്തുനിന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? 10 പവന്റെ മാല കാണിച്ചുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമില്ലടോ. താൻ എൻ്റെ വലങ്കൈയായി നിൽക്കണം. അവൻ ഗൾഫാ. അവിടെ തട്ടാമാർക്ക് നല്ല ചാൻസാ. തൻ്റെ കാര്യം അവള് നോക്കിക്കോളും. അത് ഞാൻ ഏറ്റു. എന്താ പറ്റി? എന്താ ഭാസ്കര? ഇത് അപസ്മാരാണെന്നാ തോന്നുന്നത്. എന്താ എന്താ ഉണ്ടായത്? സാരമില്ല, ഒരു ചെറിയ തലയിട്ടില്ല. ടീച്ചർ പോയി തുള്ളിക്കോളി, ഇത് നമ്മളായിക്കോളാം. കിടന്നോളൂ, എണീറ്റ വീഴും. അല്ല, എണീറ്റിരിക്കട്ടെ, ഇത്തിരി കാറ്റ് കൊള്ളട്ടെ. ഇതിങ്ങനെ എപ്പോഴും ഉണ്ടാകാറുണ്ടോ? ഞാനിത് ആദ്യമായിട്ട് കാണുക. ആ പണിക്കർ ഏതാണ്ട് പറഞ്ഞിട്ട് പോണേ കണ്ടു, ഭാസ്കരൻ വീണേ കണ്ടു. ഇപ്പൊ തലയിട്ടിലുണ്ടോ ഭാസ്കര? ഇതെന്ത് ജോലിയാണ് നായരെ? തലറ്റെണ്ട് ഇങ്ങനെ കുത്തിരിക്കോ? അപ്പം മുകൂലേ? എടി അവൻ ചാടി. നീ ഇപ്പൊ ചാടി. സ്നേഹലതേ, സ്നേഹലതേ, എന്താ വെച്ചാ? അവൻ ചാടി. ഏ? ചാടി.
അവനെ കൈയോടെ പിടിച്ച് ആളെ വിളിച്ചു കൂട്ടി ശല്യം തീർക്കണം. 4 കൊല തേങ്ങ ഞാൻ വെട്ടിയിട്ടുണ്ട്. അതും കാണിച്ച് തേങ്ങ കളനാക്കാം. ആരാടാ അത്? ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ഒലക്ക പണ്ടം കണ്ട് നിങ്ങൾ വേലയാടിയത് സ്വപ്നം കണ്ടു കാണും. അതായി ഉറക്കപ്പിച്ച് പറയുന്നത്. അവൻ ചാടുന്ന ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ. ഈ അർദ്ധരാത്രി മനുഷ്യനെ കൊണ്ട് വേഷം കെട്ടിക്കാൻ നിങ്ങൾക്ക് ഭ്രാന്താ. വാ മോളെ. നിക്ക്, ഞാനുണ്ട്. മോള് വാതിലടച്ചു കിടന്ന് ഉറങ്ങിക്കോ. ഇനി എന്ത് ശബ്ദം കേട്ടാലും തുറക്കാൻ നിൽക്കണ്ട. അടച്ചോ. അവൻ ഇങ്ങോട്ട് ചാടിയപ്പോ വല്ല വേലിപ്പത്തല്ല ഞാൻ കുരുങ്ങിയോ? കുരുങ്ങിയാ കുരുങ്ങട്ടെ. നിങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു മനുഷ്യൻ. സ്വർണം കിട്ടിയപ്പോ നിന്റെ തന്തക്കും തള്ളക്കും കണ്ണു മഞ്ഞൾ ചൊല്ലടി. നിന്റെ തന്ത വിഷാണെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ വിഷ. ഭാസ്കരേട്ടൻ, ഞാൻ ഒന്നും പറയണ്ട. എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ കൊല്ലാം, നശിപ്പിക്കാം. പക്ഷെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. നാളെ എല്ലാവരും കാണേ ഞാൻ നിന്നെ വിളിക്കാൻ വരും. അപ്പോ എന്റെ കൂടെ എന്റെ ഭാര്യയായിട്ട് നീ ഇറങ്ങി വന്നോളണം. വരണം. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കണത്? നീ ഏത് പെണ്ണിനെ കെട്ടിയാലും ഇവിടെ ആർക്കും ഒരു വിരോധമല്ല. പെണ്ണേതെന്ന് പറയടാ. വെളിച്ചപ്പാടാണ് എന്റെ മോനെ കൊണ്ട് ഈ കോല കെട്ടിക്കുന്നത്. ഞാനോ? എന്റെ ഭഗവതി, സ്വകാര്യത്തിൽ പോരെ, ആളെ കൂട്ടണോ ഭാസ്കര? നിങ്ങളിങ്ങനെ 24 മണിക്കൂർ മരിച്ച പോലെ കിടന്നു. നമ്മുടെ മോൻ ഭാസ്കരനെ ഏതൊരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോടുന്നു. ഏട്ടന് എന്നോടെങ്കിലും പറഞ്ഞൂടെ ആരാ ആള്? പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നും. ഒരു ദേഷ്യം തോന്നൂല. സ്നേഹല ചേച്ചിയാണോ? ആന്തരിയായിട്ട് ആകെ ഉള്ളത് തൊന്ന. അവനെ ഈ കടുങ്കൈ ചെയ്യാൻ പോണത്. എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് കൊന്നോ, അതാ ഇതിന് നല്ലത്. എന്താടാ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്നിട്ട് അനുഗ്രഹിക്കണം. ഇതെന്റെ അഭിമാനത്തിന്റെയും കൂടി പ്രശ്നമായി പോയി. കളിച്ച് കളിച്ച് എന്റെ മുറ്റത്ത് വന്നിട്ടാണോടാ നിന്റെ കളി? അന്തസ്സായിട്ടാടാ ഞാനും എന്റെ കുടുംബവും കഴിയുന്നത്. അല്ലാതെ നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചും കണ്ടവരെ സ്വർണ്ണം മോഷ്ടിച്ചു അല്ല. സൂക്ഷിച്ച് സംസാരിക്കണം. തട്ടാമാർക്ക് ഒരു സത്യമുണ്ട്. അത് വിട്ടിട്ട് തട്ടാൻ ഗോപാലന്റെ മോൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല. എന്റെ ഭഗവതി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിൽക്കുന്നത് ശരിയല്ല. പണിക്കൊരു മോളെ വിളിച്ച് ചോദിക്കാൻ വിവരം അറിയാലോ. നിർത്ത്. വെളിച്ചപ്പാട് ഇങ്ങനെ ഇവിടെ തുള്ളുന്നത് ഇതെന്റെ കുടുംബ പ്രശ്ന. ഇത് ഞാൻ നോക്കിക്കോളാം. ആ തുള്ളാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ നാട്ടിന്റെ വെളിച്ചപ്പാടാ. ഏട്ടനിങ്ങ വാ, വഴക്കുണ്ടാക്കണ്ട. അച്ഛനും മോളും എന്നോട് കള്ളക്കളി കളിക്കണ്ട. ഒന്നുകിൽ അവളോട് വാക്ക് പാലിക്കാൻ പറ, അല്ലെങ്കിൽ എന്റെ മാല തിരിച്ചു തരാൻ പറ. മാലയോ? ഏത് മാല? ഞാൻ കൊടുത്ത 10 പവന്റെ മാല. അവൾ ആവശ്യപ്പെട്ട് അവൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മാല. അയ്യോ, നീ ആണാണെങ്കിൽ ആ മാലി വാങ്ങിച്ചോണ്ട് വാട ഭാസ്കര. മാലയാ? അവൻ എന്റെ മോൾക്ക് ഒലക്ക കൊടുത്ത്. അവളെ ഈ വയറ്റിലാ ജനിച്ചത്. നിന്റെ വയറ് വരെ വീതി
എന്താ ഗോപാലേട്ടാ? അയ്യോ, എന്റെ മുത്തേ. എന്താ പണിക്കരെ ഈ ബഹളമൊക്കെ? നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കല്ലേ? എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. അവര് തമ്മിൽ മുഹബത്തിലാണെങ്കിൽ സംഗതി വിളിച്ച് ചോദിക്ക്, അപ്പൊ അറിയാല്ലേ? അതെ, അവളെ വിളിക്ക്. എന്നിട്ട് എന്നെ മുഖത്ത് നോക്കി അവള് പറയട്ടെ ഞാൻ അവൾക്ക് മാല കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്ന് വിളിക്ക പഠിക്കരുത്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ? നിങ്ങൾ എന്താണ് വെറുതെ വേദാണ്? ഓളെ വിളിക്കേ. വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന്റെ തീരുമാനത്തിന് ഇവിടെ വിലയുണ്ട്. ഓളെ വിളിക്കാണ്ട് ഈ കേസ് തീരൂല. ആരും ബഹളം വയ്ക്കണ്ട. സത്യം എന്താന്ന് വെച്ചാ പറമോളെ. നീ പറയുന്നു മാത്രമേ ഞങ്ങൾ നാട്ടുകാർ വിശ്വസിക്കൂ. എനിക്കിവിടെ ആരും ഒന്നും ദാനം തന്നിട്ടില്ല. ആ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരും വേണ്ട. അങ്ങോട്ട് മാറിക്ക്. തൃപ്തിയായില്ല എല്ലാവർക്കും? ഞങ്ങളും മനുഷ്യരാ, ഞങ്ങളും പിഴച്ചോട്ടെ. കള്ളി, എന്റെ നെഞ്ചത്താണ് നീ കുത്തിയത്. 10 പവൻ എനിക്ക് പുല്ലാടി. സ്വർണം കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ച് നിന്റെ മോളെ എനിക്ക് വേണ്ട. എല്ലാം കണ്ടോണ്ട് മേലെ ഒരാളുണ്ടെന്ന് ഓർത്തോ? അനുഭവിക്കും. മോനിത് കുടിക്കും. പോയതൊക്കെ പോട്ടെ, നീ അതൊക്കെ മനസ്സിൽ നീള മോനെ. ആ കള്ളക്കൂട്ടങ്ങളെ കയ്യിൽപ്പെടാതെ എന്റെ മോൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. അവർക്ക് അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ. ഏട്ടന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വർണം മുഴുവൻ എടുത്ത് വിറ്റോ, ഒന്നും സാരമാക്കണ്ട. അത് നമുക്കൊന്നും തരില്ലടാ, പെണ്ണുങ്ങൾക്കല്ലേ കൊടുക്കുള്ളൂ.